ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സോ നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകും. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ബംഗ്ലാദേശ് ഇലക്ഷൻസ്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു ഇലക്ഷൻ നടന്നിരിക്കുകയാണ്. സോ നമുക്കറിയാം ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു 2 വർഷങ്ങളിലായിട്ട്. സോ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടീസാണ് ബംഗ്ലാദേശിൽ മുൻതൂക്കത്തിൽ നിൽക്കുന്നത്. ഒന്ന് അവാമി ലീഗ് എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു സഖ്യം. ദെൻ BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്ന BNP സഖ്യം. സോ ഇതൊരു എന്താണ്, ഒരു പ്രോ മുസ്ലിം സഖ്യമാണ്. ഏത്? ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന BNP. ദെൻ അവാമി ലീഗ് എങ്ങനെയാണ്? അവാമി ലീഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ലിബറൽ പാർട്ടി എന്നുള്ള രീതിയിലാണ് അവാമി ലീഗ് അറിയപ്പെട്ടിരുന്നത്. ഈ അവാമി ലീഗാണ് 1971 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തത്? ബംഗ്ലാദേശ് വിമോചന സമരത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകൾ ഈ അവാമി ലീഗുകാരാണ്. ഓക്കെ. സോ ഷെയ്ഖ് ഹസീനയുടെ ഫാദർ ഒക്കെ ആയിരുന്നു അതിന് ഏറ്റവും മുന്നിൽ നേതൃത്വം വഹിച്ചിട്ടുണ്ടായിരുന്ന ആൾ. അതിനുശേഷം എന്ത് പറ്റി? കഴിഞ്ഞ വർഷം അവിടെ ഒരു സിവിൽ വാർ ബ്രോക്ക് ചെയ്തു. സിവിൽ വാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രൊട്ടസ്റ്റ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിള്ളേരുകൾ ഇറങ്ങുന്നു, അവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒരു പ്രൊട്ടസ്റ്റ് ബ്രോക്ക് ഔട്ട് ചെയ്യുകയാണ്. ദെൻ അതിന്റെ കാരണമായിട്ട് എന്താണ്, ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. സോ അവിടെ എന്താണ്, ഒരു ഗവൺമെന്റ് ഇല്ലാതാവുകയാണ് അവിടെ ഉണ്ടായത്. സോ ഒരു കെയർ ടേക്കർ ഗവൺമെന്റ്, മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് ആണ് അവിടെ അധികാരത്തിൽ വന്നത്, ഇന്ററിം ഗവൺമെന്റ്. സോ ഇങ്ങനെ ഒരു ഇന്ററിം ഗവൺമെന്റ് എവിടെയും അധികാരത്തിൽ വന്നു? നേപ്പാളിലും അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ജെൻസി വിപ്ലവം കാരണം. സോ പവർ സ്ട്രക്ചറുകൾ ചില പ്രോബ്ലംസ് ആയിട്ട് മാറി. ദെൻ അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം ഈ കെയർ ടേക്കർ ഗവൺമെന്റ് മാറിയിട്ട് ഒരു പുതിയ ഗവൺമെന്റ് വരണമല്ലോ. സോ അതിനു വേണ്ടിയിട്ട് ഇലക്ഷൻ നടക്കുകയും അവിടെ BNP ഭൂരിപക്ഷം നേടുകയും ചെയ്തു. സോ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആരാണ്? താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ എന്താണ്, ഭൂരിപക്ഷം നേടുകയും ചെയ്തു. സോ അത് തന്നെയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സെഷനിൽ വന്നിരിക്കുന്നത്. സോ ഈ BNPയുടെ ഒരു അധികാര കേന്ദ്രം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്താണ്? മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകളാണ് അവർ ഏറ്റവും കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യുന്നത്. പെർട്ടിക്കുലർലി നമ്മളുടെ ഈ ജമായത്ത് ഇസ്ലാം എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളുണ്ടല്ലോ. സോ അവരൊക്കെ ഇവരുടെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് ബംഗ്ലാദേശിൽ. ഓക്കെ. സോ ഒരു മുസ്ലിം പ്രൊമിനേറ്റഡ് ആയിട്ടുള്ള എന്താണ് വരുന്നത്, ഒരു ഗവൺമെന്റ് ആണ് അവിടെ രൂപീകരിക്കാനായിട്ട് സാധ്യതയുള്ളത്. സോ ഹൗ വിൽ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസ് വിൽ ചേഞ്ച് എന്നുള്ളതാണ് ലോകം ഇനി ഉറ്റുനോക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്. സോ ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? നമ്മൾ ഒരുപാട് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനുകളിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇന്റർനാഷണൽ പ്രശ്നങ്ങൾ നമ്മൾ അവിടെ തീർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മളുടെ താരിഖ് റഹ്മാൻ അധികാരത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് പലായനം ചെയ്തിരിക്കുന്നത്. സോ ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരെ അവിടെ ഒരു ഡെത്ത് വാറന്റ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. സോ ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ കൈമാറുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ദെൻ പാകിസ്ഥാനുമായിട്ട് ബംഗ്ലാദേശ് എങ്ങനെയായിരിക്കും ഒരു റിലേഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളത്, അതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് എക്കോണമിക് റിലേഷൻസിലാണെങ്കിൽ USA ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിൽ 0% താരിഫിലാണ് ബംഗ്ലാദേശ് കയറ്റുമതി ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ ബംഗ്ലാദേശിന് 0% താരിഫിലാണ് ആര്? USA ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്കാണെങ്കിൽ നമ്മളെ ട്രേഡ് ഡീൽ പ്രകാരം, പുതിയ ട്രേഡ് ഡീൽ വരുന്നത് പ്രകാരം 18% നമ്മൾ കണക്കാക്കുന്ന ഒരു കാര്യം. സോ ആ എല്ലാ കാര്യങ്ങളിലും ഡിസ്പാരിറ്റി അവിടെ നിലനിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇതെല്ലാമാണ് നമ്മൾ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ കുറിച്ച് വാർത്തയിൽ വരുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കൂടി പോകേണ്ട കാര്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ. സോ ആ ഒരു ന്യൂസ് ക്ലിയർ ആണല്ലോ. കമ്മിങ് ടു നമ്മളുടെ എഡിറ്റോറിയൽ സെഷനിലും ഫസ്റ്റ് എഡിറ്റോറിയൽ എന്തായിരുന്നു? നമ്മളുടെ ഈ ബംഗ്ലാദേശ് റിലേഷനെ കുറിച്ചിട്ടായിരുന്നു. സെക്കൻഡ് എഡിറ്റോറിയൽ, ആസച്ച് എഡിറ്റോറിയൽ പോളിസി വന്നിരിക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലെ എന്താണ്, ബേസ് ഇയർ ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, പല ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. സോ
നമുക്ക് നമ്മളുടെ ഓപ്പൺ എഡിറ്റോറിയൽ സെഷനിലേക്ക് പോകാം. ഓപ്പൺ എഡിറ്റോറിയൽ എന്താണ്? ഇന്ത്യ ടെസ്റ്റഡ് ഫ്രം US സാങ്ഷൻസ് ടു വൺ സൈഡഡ് ട്രേഡ് ഡീൽ. സോ ഇന്ത്യ USന്റെ ട്രേഡ് ഡീലിനെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുകയാണ് ഓദർ ഇവിടെ. സോ ഒരു ക്രിറ്റിക്കൽ അനാലിസിസ് ആണ് ഇന്ത്യ US ട്രേഡ് എഗ്രിമെന്റിന്റെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ ഒരു ക്രിറ്റിക്സ് ഞാൻ മുന്നേ പറഞ്ഞു, എന്താണ്? ടെക്സ്റ്റൈലിൽ 80% താരിഫാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബംഗ്ലാദേശിന് എന്തായിരുന്നു? ബംഗ്ലാദേശിന് 0% താരിഫിൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കുന്നുണ്ട്. സോ ഇതിന്റെ ഒരു ചരിത്രം നിങ്ങൾക്കറിയാം എങ്ങനെയാണ്. ഫെബ്രുവരി 2025 നമ്മളൊരു ട്രേഡ് ഡീല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഇതിന് കിട്ടിയിരുന്നില്ല. പ്രതിപക്ഷം സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു, ഇങ്ങനെ ഒരു ട്രേഡ് ഡീൽ നടക്കുന്നുണ്ട്. ദെൻ എക്സ്റ്റേണൽ മിനിസ്റ്ററിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു പല പത്രമാധ്യമങ്ങളും. ദെൻ കൊമേഴ്സ് മിനിസ്റ്ററിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇവരെല്ലാം അങ്ങടേക്കും ഇങ്ങടേക്കും തട്ടിക്കളിക്കുന്ന ഒരു രീതിയിലാണ് ഇതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ആദ്യം ഇത് ഇങ്ങനെ ഒരു ട്രേഡ് ഡീൽ നടന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രേഡ് ഡീൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, മോദിജിയെ ഞങ്ങൾ വിളിക്കുന്നുണ്ട് എന്നെല്ലാം ഉത്തരം പറഞ്ഞത് ആരായിരുന്നു? യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നുള്ള വാർത്തകളാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇവിടെ നിന്ന് ആരും ഇങ്ങനെ ഒരു ട്രേഡ് ഡീല് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഇതാണ് അതിന്റെ ഒരു നാൾ വഴി. അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് എന്താണ്, ഒരു ഫൈനൽ ട്രേഡ് ഡീല് ഒപ്പിടും എന്നാണ് നമുക്ക് പത്രങ്ങളിലൂടെ കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ. പക്ഷെ അത് ഒരു സാധൂകരിച്ച വിവരങ്ങളല്ല. ഓക്കെ, സോ മേജർ കൺസെഷൻസ് എന്താണ്? ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ഓയിൽ ഹാൾട്ട്. സോ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തോളം കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, അറൌണ്ട് 35 to 40% റഷ്യൻ ഓയിൽസ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ കറണ്ട് ട്രേഡ് ഡീൽ പ്രകാരം, ഇന്ത്യ US ട്രേഡ് ഡീൽ പ്രകാരം റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് ഇന്ത്യ കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. സോ റഷ്യൻ ഓയിലിന്റെ ഹോൾട്ടാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. ഇന്ത്യ മസ്റ്റ് സ്റ്റോപ്പ് ബൈയിങ് റഷ്യൻ ഓയിൽ ഓർ ഫേസ് റിന്യൂവഡ് 25% താരിഫ്. സോ അത് പ്രകാരം എന്താണ്, നമ്മൾ ഘട്ടം ഘട്ടമായി റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ $500 billion പർച്ചേസസ്, അതായത് 18% തിരുവ നിങ്ങൾ ഏർപ്പെടുത്തി ഈ ഒരു ട്രേഡ് ഡീലിൽ ഒപ്പിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ $500 billion ഉൽപാദന ക്ഷമതയുള്ള കാര്യങ്ങൾ, ഓക്കെ, സോ US പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള $500 billion വർത്തുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ചു കൊള്ളണം എന്നുള്ളതാണ് ട്രേഡ് ഡീലിന്റെ മറ്റൊരു കാര്യം. സോ നമുക്ക് യൂറോപ്യൻ മാർക്കറ്റ് ഉണ്ട്, വില കുറഞ്ഞ സ്ഥലത്തൊന്നും വാങ്ങിക്കാൻ പറ്റുമോ? വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഒരു വർഷം $500 billion സാധനങ്ങൾ നിങ്ങൾ എവിടെ നിന്ന് എടുത്തോളണം? US നിന്ന് എടുത്തോളണം. സീറോ ടാരിഫ്. സോ US നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റി ഇറക്കുന്ന സാധനങ്ങളിൽ, ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങളിൽ സീറോ ടാരിഫാണ്. അതായത് നമ്മൾ ചുങ്കം ചുമത്താൻ പാടില്ല. അതാണ് രാഹുൽ ഗാന്ധി നമ്മളുടെ എവിടെ ചോദിച്ചത്? നമ്മളുടെ ലോകസഭയിൽ ചോദിച്ചത്, പാർലമെന്റിൽ ചോദിച്ചത്. അതായത് നമ്മളുടെ കർഷകരുടെ ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൈറ്റുകളെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണോ ഈ ഒരു ട്രേഡ് ഡീൽ അല്ലെങ്കിൽ ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്നത്? സോ അതൊരു ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. ദെൻ പോളിസി അലൈൻമെന്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ്, യുണൈറ്റഡ് നേഷൻസുമായിട്ടുള്ള പോളിസി കാര്യങ്ങളിലുള്ള അലൈൻമെന്റ്. ദെൻ സോ എന്തൊക്കെയാണ് നമ്മളുടെ റഷ്യന്റെ ഓയിൽ ഹോൾഡ് ചെയ്യുക, 500 billion പർച്ചേസുകൾ നടത്തുക റഷ്യയിൽ, നമ്മളുടെ USA നിന്ന് ഒരു വർഷം. ദെൻ സീറോ ടാരിഫുകൾ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന USA നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് സീറോ ടാരിഫുകൾ കൊടുക്കുക. തിരിച്ചങ്ങടേക്ക് എത്രയായിരിക്കും? 18% ആയിരിക്കും ടാരിഫുകൾ ഉണ്ടാവുക. ഓക്കെ, ദെൻ വാട്ട് ആർ ദ അതർ തിങ്സ് US പുഷിംഗ് ഇൻ ടു? വെനിൻസുലൻ ഓയിൽ പർച്ചേസ് ചെയ്യുക. സോ അമേരിക്കൻ കൺട്രോൾഡ് ആയിട്ടുള്ള അമേരിക്കൻ ഓയിൽ പർച്ചേസ് ചെയ്യുക, റഷ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള ഓയിൽസ് പർച്ചേസ് ചെയ്യുക. സെക്കൻഡ് തിങ്, അബാൻഡൻ ദ ചബഹർ പോർട്ട്. വെർ ഈസ് ചബഹർ പോർട്ട്? കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഫ്രണ്ട് പേജിൽ ചബഹർ പോർട്ടിനെ കുറിച്ചൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. സോ ചബഹർ പോർട്ട് ഈസ് ആൻ ഇറാനിയൻ പോർട്ട്. നമ്മൾ എന്താണ്, ഇറാനിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ ഒരു പോർട്ടാണ് ചബഹർ പോർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കറണ്ട് അഫയേഴ്സിൽ തന്നെ
പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ചബഹർ പോർട്ട് പ്രൊജക്ട് അബാൻഡൻ ചെയ്യുക, വിട്ടുകളഞ്ഞേക്കുക. സോ പല സാങ്ഷൻസുകളും ഇറാന്റെ മേലെ ആരടിച്ചു കൊടുക്കുന്നുണ്ട്? US അടിച്ചു കൊടുക്കുന്നുണ്ട്. സോ ചബഹർ പോർട്ട് അങ്ങോട്ട് വിട്ടേക്കുക എന്നാണ് ഇറാൻ പറയുന്നത്. ദെൻ എൻഡ് ഓൾ ട്രേഡ് വിത്ത് ഇറാൻ, ഇറാനുമായി ബന്ധപ്പെട്ട എല്ലാ ട്രേഡുകളും നിങ്ങൾ അവസാനിപ്പിക്കുക. ഒരു സോവറിൻ കൺട്രിയോടാണ് US ഇത്തരത്തിലുള്ള ഡിസ്കഷനുകൾ പറയുന്നത് എന്ന് കൂടിയിട്ട് നമ്മൾ ഓർക്കണം. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാമാണ് എന്ത് ചെയ്യുന്നത്? US തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. സോ ഇന്ത്യയുടെ ഒരു സോവറിനിറ്റി ആരുടെ മുന്നിൽ നമ്മൾ അടിയറവ് വെക്കാനായിട്ട് പോവുകയാണ്? US കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടിയറവ് വെക്കാനായിട്ടുള്ള സാധ്യതകളുണ്ടോ? സോ ബംഗ്ലാദേശിന് 0% ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് ചെയ്യാൻ കൊടുക്കുകയും ഇന്ത്യക്ക് 18% താരിഫിൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആനുകൂല്യം മാത്രം കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിസ്പാരിറ്റി ഉണ്ട്. 500 ബില്യൺ ഡോളറിന് ഒരു വർഷം US നിന്ന് മാത്രം പർച്ചേസ് ചെയ്തു കൊള്ളണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫ്രീ ട്രേഡിനുള്ള, നമ്മളുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഫ്രീ ട്രേഡിനുള്ള സാധ്യതകൾ മങ്ങുകയാണ്. സോ ഇങ്ങനെയുള്ള പല പ്രോബ്ലംസ് എവിടെയുണ്ട്? ഇന്ത്യ US ട്രേഡ് ഡീലുമായിട്ട്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് എന്നാണ് ഈ ഒരു ഡിസ്കഷനിൽ പറയുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കി, ദെൻ അത് എങ്ങനെയാണ് ഇന്ത്യയെ അഫക്ട് ചെയ്യുന്നത് എന്ന് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, സോ coming to next discussion, next open editorial, it is related to labor codes. Okay, so labor codes-നെ ഒരു പോസിറ്റീവ് ആംഗിളിലൂടെ കാണുകയാണ് ഈ ഒരു ഡിസ്കഷനിലൂടെ. ഓക്കെ, സോ എന്തൊക്കെയാണ് ലേബർ കോഡിന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്? അല്ലെങ്കിൽ അഡീഷണലി ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അഡീഷണലി എടുത്തു പറയാൻ പറ്റുന്ന 1-2 ക്യാരക്ടറിസ്റ്റുകൾ എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. സോ ഫസ്റ്റ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിഫൈനിങ് വേജസ് ഫോർ ഗ്രേറ്റർ സെക്യൂരിറ്റി. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേജസ് മസ്റ്റ് നൗ കോൺസ്റ്റിറ്റ്യൂട്ട് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ടോട്ടൽ റെമ്യൂണറേഷൻ. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾ കൊമേഴ്സ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വേജസിന്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരുപാട് ഫാക്ടറുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. ഇൻകം ടാക്സ് ആക്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ബേസിക് പേ ഉണ്ടാവും. നിങ്ങൾക്കൊരു ബേസിക് പേ, സോ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ബേസിക് പേ ഉണ്ടാവും. ദെൻ HRA ഉണ്ടാകും, ഹൗസ് റെന്റ് അലവൻസ്, ദെൻ ബോണസുകൾ ഉണ്ടാകും. ഓക്കെ, ദെൻ പ്രീമിയംസ് അല്ലെങ്കിൽ അഡീഷണൽ ബോണസ്, ദെൻ വേറെ ഡിഫറെന്റ് എന്താണ് ഫുഡ് ആൻഡ് ട്രാവൽ അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെഡ്സിലായിരിക്കും ഇൻകം ഉണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സാലറി സ്ലിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് പേ എത്രയാണ്, നിങ്ങളുടെ HRA എത്രയാണ്, നിങ്ങളുടെ ഹൗസ് റെന്റ് അലവൻസ് എത്രയാണ്, നിങ്ങളുടെ ബോണസ് എത്രയാണ്, പ്രീമിയം എത്രയാണ്, ട്രാവൽ അലവൻസ് എത്രയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വാട്ട് ദീസ് മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് അതർ കമ്പനീസ് ആർ ഡൂയിങ് ദാറ്റ്, ബേസിക് പേ അവർ കുറച്ച് വെക്കും. ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാൾ, ഇദ്ദേഹത്തിന്റെ ബേസിക് പേ വേണമെങ്കിൽ ഒരു 5000-ഉം 6000-ഉം രൂപയായിട്ട് വെക്കാം ബേസിക് പേ. ഓക്കെ, സോ ബേസിക് പേ 5000 വെച്ചു. ഹൗസ് റെന്റ് അലവൻസ് വേണമെങ്കിൽ ഒരു 18%, 30% ഒക്കെ വെക്കാം, അല്ലെങ്കിൽ ഒരു 6000 രൂപ ബേസിക് പേ ആയിട്ട് വെക്കാം. ദെൻ ബോണസ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു 50,000 രൂപ കൊടുക്കുക. ട്രാവൽ അലവൻസ് ആൻഡ് അതർ ഫുഡ് എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ 1 ലക്ഷം എത്തിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. സോ വാട്ട് ഹാപ്പൻസ്, ബേസിക് പേയിനേക്കാൾ കൂടുതലാണ് HRA, ട്രാവൽ അലവൻസ്, ഫുഡ് എക്സ്പെൻസസ്, ദെൻ അതർ എക്സ്പെൻസുകൾ, ബോണസ് ഒക്കെ ചിലപ്പോൾ 40,000 രൂപ കൊടുക്കും, പക്ഷേ എന്ത് ബേസിക് പേ 6000-ഓ 7000-ഓ രൂപ ഉണ്ടാകുള്ളൂ. അതിപ്പോ നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. എത്രയായാലും അവസാനത്തെ രൂപ 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ വെൻ കംസ് എ ക്രൈസിസ്, ദാറ്റ്സ് എ പ്രോബ്ലം. കാരണം ഇന്ത്യൻ നിയമപ്രകാരം അല്ലെങ്കിൽ എന്താണ് തൊഴിൽ നിയമങ്ങൾ പ്രകാരം ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് ബേസിക് പേ മാത്രം കൊടുത്താൽ മതി എന്നാണ് നിയമം. അല്ലെങ്കിൽ മറ്റ് അലവൻസുകളോ ആനുകൂല്യങ്ങളോ കൊടുക്കേണ്ടതില്ല. എന്താണോ അവരുടെ ബേസിക് പേ അത് മാത്രം അവർക്ക് കൊടുത്താൽ മതി. സോ 1 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളുടെ ബേസിക് പേ 6000-ഉം 7000-ഉം ആയിരിക്കുന്ന അവസരത്തിൽ ഒരു COVID-19 വരികയാണ്.
അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വരികയാണ്, ഒരു ലേ ഓഫ് വരികയാണ്. ഈ അവസരത്തിൽ കമ്പനി നിയമാനുസൃതമായി കൊടുക്കേണ്ടത് 1,00,000 രൂപയല്ല, പകരം ഈ 6,000-ഓ 7,000-ഓ രൂപയാണ്. ഇങ്ങനെ സംഭവിച്ചു പല കമ്പനികൾക്കും. എപ്പോഴാണ്? ഇന്ത്യയിലെ COVID-19 സംഭവിച്ചു കഴിഞ്ഞപ്പോ. അപ്പോ സർക്കാരിന് മനസ്സിലായി ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. കാരണം എന്താണ്? നിങ്ങൾ ബേസിക് പേ കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ള അലവൻസുകൾ കൂടുതൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രൈസിസ് സംഭവിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട പൈസ കിട്ടില്ല. സോ പുതിയ ലേബർ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? പുതിയ ലേബർ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മളുടെ ആളുകൾ, നമ്മളുടെ ഗവൺമെന്റ് പറഞ്ഞു 50% ടോട്ടൽ റെമ്യൂണറേഷൻ നിങ്ങൾ എത്ര വേണമെങ്കിലും കൊടുത്തു, അതിന്റെ മിനിമം 50% എങ്കിലും എന്തായിരിക്കണം? വേജസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ബേസിക് പേ ആയിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. മനസ്സിലായോ? സോ അതാണ് ഇവിടെ വേജസ് നൗ കോൺസ്റ്റിറ്റ്യൂട്ട് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ടോട്ടൽ റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ അതിന്റെ 50% എന്തായിരിക്കണം? ബേസിക് പേ ആയിരിക്കണം, അല്ലെങ്കിൽ വേജസ് ആണ്. ഓക്കെ, സോ ഈ വേജസിൽ നിന്നാണ് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സോഷ്യൽ സെക്യൂരിറ്റീസിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ബേസിക് പേ കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റിയിലേക്കുള്ള എമൗണ്ട് കുറയും. ദെൻ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്, അതർ PF പോലെയുള്ള അങ്ങനെയുള്ള സ്കീംസുകളിലേക്കുള്ള എമൗണ്ട് കുറയും. ഓക്കെ, സോ അതൊക്കെ എക്കണോമിക്സിലെ അല്ലെങ്കിൽ കൊമേഴ്സിലെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് ബേസിക് പേ പ്ലസ് HR എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. അതും അതിലേക്കൊന്നും പോകേണ്ട. പക്ഷേ ഈ ബേസിക് പേയുടെ അനുസൃതമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രാറ്റുവിറ്റിയും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് എല്ലാം പോകുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ഇതെന്താണ്? ഇതൊരു വേജ് സെക്യൂരിറ്റി ആർക്ക് കൊടുക്കുന്നു? എംപ്ലോയീസിന് കൊടുക്കുന്നു. മനസ്സിലായോ? ദെൻ കമ്മിങ് ടു നെക്സ്റ്റ്, നമ്മളുടെ ലേബർ കോഡിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? കോൺട്രാക്ട് ലേബേഴ്സിനെ കുറച്ചുകൂടിയിട്ട് അഡ്വാൻസ്ഡ് ഇവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ കോൺട്രാക്ട് ലേബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? പല പ്രതിപക്ഷാംഗങ്ങളും സമരം ചെയ്തെങ്കിലും, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളും സമരം ചെയ്തെങ്കിലും, ഇത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ എടുക്കും. കാരണം എന്താണ്? കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തേക്ക് വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് കമ്പനീസിൽ അനുസൃതമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് കൂടുതൽ പൈസ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഷോർട്ട് ടൈം എംപ്ലോയീസിനെ ഗ്രാറ്റുവിറ്റിയിലേക്ക് ഇവർ കണക്ട് ചെയ്തു. സോ നിങ്ങളൊരു ഫിക്സഡ് ടൈം 3 വർഷത്തേക്ക് വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഗ്രാറ്റുവിറ്റിയിലേക്ക് കണക്റ്റഡ് ആവും. then അതിനുശേഷം നിങ്ങൾ മറ്റൊരു കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഗ്രാറ്റുവിറ്റി സ്കീം തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ദെൻ അവർക്ക് ഷോർട്ട് ടൈം എംപ്ലോയ്മെന്റ് ചെയ്തിട്ടുള്ളവർക്ക് അസറ്റ് ക്രിയേഷനുള്ള കാര്യം കൊടുക്കാനായിട്ട് സാധിച്ചു. സോ ഇതുവഴി കോർപ്പറേറ്റ്സിനും ദെൻ എംപ്ലോയീസിനും ബെനിഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ അവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം കിട്ടുകയാണ്. ദെൻ എന്താണ്? അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണ്. ദെൻ കോർപ്പറേറ്റ്സിന് എന്താണ് സംഭവിക്കുക? കോർപ്പറേറ്റ്സിന് എന്താണ്? ആവശ്യമുള്ള അത്രയും വർക്കേഴ്സിന് മാത്രം എടുത്താൽ മതി. അത് കഴിഞ്ഞ് അവരെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് കോൺട്രാക്ട് റിന്യൂ ചെയ്യാതിരിക്കുന്ന അവസരത്തിലും ഇവർക്ക് എന്താണ്? കോർപ്പറേറ്റ്സിന് നഷ്ടമില്ലാത്ത അവസരത്തിലേക്ക് പോവുകയാണ്. ദെൻ എക്സ്പാൻഡിങ് കവറേജ് ടു ഓൾ വർക്കേഴ്സ്. ഡെഫിനറ്റ്ലി ഓർഗനൈസ്ഡ് സെക്ടേഴ്സിലെയും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലെയും ജിഗ് പ്ലാറ്റ്ഫോമിലുള്ള വർക്കേഴ്സിനെ കൂടിയിട്ട് നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തു? നമ്മളുടെ ഈ ഒരു ലേബർ കോഡിന്റെ അണ്ടറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം ജിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെ എത്രത്തോളം ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, ഈ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിനെ വർക്കേഴ്സിനെ എത്രത്തോളം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷേ ചില കാര്യങ്ങൾ ഒന്നും എഴുതാതെ ഒരു ലേബർ കോഡ് മുന്നോട്ട് പോയിട്ടില്ല. പകരം ജിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെയും അൺഓർഗനൈസ്ഡ് ആൻഡ് മൈഗ്രന്റ് വർക്കേഴ്സിന്റെ കാര്യങ്ങൾ കൂടിയിട്ട് ഇവര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടിയിട്ട് ഓർക്കുക. സോ ഇതെല്ലാമാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് പോയിന്റ് ആയിട്ട് നമ്മളുടെ ലേബർ കോഡിൽ പറയാനായിട്ട് സാധിക്കും. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ റെമ്യൂണറേഷന്റെ 50% എന്താക്കണം? 50% ബേസിക് പേ ആയിട്ട് ഉയർത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ദെൻ നെക്സ്റ്റ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മളുടെ പ്രസ് ഇൻഫോർമേഷൻ ഓഫ് ബ്യൂറോയുടെ വെബ്സൈറ്റിൽ ഒന്ന് സർഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കണ്ട ഒരു ന്യൂസ് ആണ്. എന്താണ്? നമ്മുടെ ഡെസേർട്ടുകളിൽ നിന്ന് അടിക്കുന്ന കാറ്റുകളിൽ, അപ്ഡ്രാഫ്റ്റുകളിൽ ബാക്ടീരിയാസിന്റെ എലമെന്റ് പോവുകയും ഈ ബാക്ടീരിയാസ്
ഈസ്റ്റേൺ ഹിമാലയത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യുന്നു. സോ അതിന്റെ ഒരു സ്റ്റഡി, ഓക്കെ, സോ അതിന്റെ ഒരു സ്റ്റഡി നമ്മളുടെ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയിൽ അവര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ട് തോന്നി. കാരണം എന്താണ്, നമ്മളുടെ ഫ്ലൂംസിലൂടെ, നമ്മളുടെ കാറ്റിലൂടെ ബാക്ടീരിയാസ് താർ ഡെസേർട്ടിൽ നിന്ന് വെസ്റ്റേൺ ഹിമാലയയിലേക്ക് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയയിലേക്ക് ട്രാവൽ ചെയ്തിട്ട് അവിടെ ബാക്ടീരിയ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ അത് വളരുകയും അത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഈ ഒരു സ്റ്റഡി പറയുന്നത്. സോ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നുകൂടെ, ദ ബാക്ടീരിയാസ് ക്യാൻ ട്രാവൽ ഫ്രം താർ ഡെസേർട്ട് to eastern Himalayas through winds. Consider the following statements regarding bacteria in India. So നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ താർ ഡെസേർട്ടിൽ നിന്ന് ഈസ്റ്റേൺ ഹിമാലയ വരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്ടീരിയാസിന് സാധിക്കുമോ എന്ന് നമുക്കൊരു ചോദ്യം തോന്നാം. തീർച്ചയായിട്ടും സാധിക്കും എന്നാണ് ഈ ഒരു പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ ഈ ഒരു സ്റ്റഡി പ്രകാരം, അല്ലെങ്കിൽ പ്രസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു സ്റ്റഡി പ്രകാരം കാണാനായിട്ട് സാധിക്കുന്നു. സോ അതൊരു എന്താണ്, അഡീഷണൽ ഫാക്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു പിക്ചർ ആഡ് ചെയ്തതാണ്. നമ്മളുടെ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചർ അങ്ങനെ തന്നെ ആക്സസ് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു ഡീറ്റെയിൽസും ഈ ഒരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതുകൂടിയിട്ടൊന്ന് മനസ്സിലൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ.